ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് എങ്ങനെ ഇതേപോലത്തെ റോബിക്സ് ക്യൂബിന്റെ ഫസ്റ്റ് ലെയർ പൂർത്തിയാക്കാനാണ്. ഫുള്ളല്ല കേട്ടോ, ഈ ഫസ്റ്റ് ലെയർ, പിന്നെ സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ, അങ്ങനെ അങ്ങനെ 3 വീഡിയോ ആണ് നമ്മൾ ഈ റോബിക്സ് ക്യൂബ് ഫുൾ സോൾവ് ആക്കാനുള്ള വീഡിയോ ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുക്കുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ആയിട്ട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പം അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഈ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം വേണ്ടത് ഇതൊന്ന് ഫുള്ള് വൽക്കുലത്താക്കി എടുക്കുക, ഫുള്ളും കോളാക്കി എടുക്കാം. എന്നിട്ട് വേണ്ടത് നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഈ വൈറ്റ് ആണോ സെലക്ട് ചെയ്യുന്നത്, ബ്ലൂ ആണോ സെലക്ട് ചെയ്യുന്നത്, യെല്ലോ ആണോ, ഗ്രീൻ ആണോ, റെഡ് ആണോ, ഏത് കളറാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏത് ഞാൻ സെലക്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ സെലക്ട് ചെയ്തതാണ് വൈറ്റ് ആണ് ഇവിടുന്ന് സെലക്ട് ചെയ്തത്. ഞാൻ വൈറ്റ് ആണ് ഇവിടുന്ന് സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ്, അപ്പം ഇവിടെയൊക്കെ കുറച്ച് പിള്ളേർക്കലുള്ളതുകൊണ്ട് ഒച്ചപ്പാടുണ്ടായി. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഒച്ചപ്പാടൊക്കെ ഉണ്ട്, അവിടെ നിങ്ങളെ ക്ഷമിച്ചേക്കട്ടോ ഗൈസ്. അപ്പോൾ ഒരു കളർ സെലക്ട് ചെയ്തു. ഞാൻ ഇവിടെ വൈറ്റാണ് സെലക്ട് ചെയ്ത്. വൈറ്റ് നമ്മൾ നേരെ ഫ്രണ്ടായിട്ട് വെക്കുക. എന്നിട്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ ആണ്. വൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എടുക്കേണ്ടത്. അതായത് വൈറ്റിൻ്റെ ഈ ഗ്രീനും അല്ല എടുക്കേണ്ടത്, ബ്ലൂ അല്ല എടുക്കേണ്ടത്. വൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് യെല്ലോ ആണ്. ചിലതൊക്കെ റോബിക്സ് ക്യൂബിൽ ചിലക്ക് ലോക്കൽ റോബിക്സ് ക്യൂബ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ തിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സെൻറ്ററൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണൊക്കെ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ബ്ലൂവിൻ്റെ അടുത്ത് ബ്ലൂവിൻ്റെ അടുത്ത് ഓറഞ്ചിൻ്റെ അടുത്ത് ബ്ലൂ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ യെലോയുടെ ഈ വൈറ്റിൻ്റെ തൊട്ട് ബാക്കിലുള്ളത് യെല്ലോ ആണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള യെല്ലോ എടുത്ത് വെക്കുക. ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്തത് വേണ്ടത് ഈ 4 വശത്തും പ്ലസ് ആക്കി എടുക്കലെന്നാണ്. അപ്പോൾ ഇതാ ഇവിടെയും പ്ലസ് രൂപമാക്കി എടുക്കണം. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നമുക്ക് ഇതേപോലെയാണ് പ്ലസ് ഉണ്ടാക്കി എടുക്കണം. നിങ്ങൾക്ക് കാണാം, എങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ റെഡ് ആണോന്നൊന്നുമില്ല, ഗ്രീൻ ആണോ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഇവിടെ പ്ലസ് ആക്കി എടുക്കണം. പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ 3 ലെയറിൻ്റെ സെൻറ്റർ ആയിരിക്കും പ്ലസ് വരുന്നത്. ഈ 3 ലെയറിൻ്റെ സെൻറ്റർ ആയിരിക്കും പ്ലസ്. പക്ഷെ ഈ ഫുള്ളിൻ്റെ സെൻറ്റർ ഈ യെല്ലോ ആണ്. ഈ യെലോൻ്റെ അടുത്താണ് നമ്മൾ ഇത് എത്തിക്കേണ്ടത്. ഈ വൈറ്റ് പ്ലസ് ആക്കി കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എത്തിക്കേണ്ടത് നോക്കണ്ടേ. ഇവിടെ ഒത്തിരി വൈറ്റും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇവിടെ എത്തിക്കണം നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് എവിടെയാണ് ഈ സെൻറ്റർ വൈറ്റ് ഉള്ളത് നമുക്കൊന്ന് നോക്കണം. ഇവിടെ ഒരു സെൻറ്റർ വൈറ്റ് ഉണ്ട്, കാണാൻ പറ്റും. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. അപ്പോൾ ആ വൈറ്റ് നമ്മൾക്ക് ഇവിടെ എത്തിക്കണമെങ്കിൽ ഒരു പണിയുമില്ല. ജസ്റ്റ് ഒന്നിങ്ങോട്ട് തിരിച്ചാൽ മതി. ഇത് വൈറ്റിൻ്റെ അടുത്തെത്തി, കാണാൻ പറ്റും. ഇനി ഇവിടെയും മൂന്നെണ്ണം കൂടി വെക്കണം. ഇവിടെ 3 വെക്കണം. അത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നുണ്ട്, കാണാൻ പറ്റുക. ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ ഇവിടെ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന പോലെ ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങോട്ട് ഇരിച്ചു കഴിഞ്ഞാൽ അത് റോങ് ആണ്. അങ്ങനെ പാടില്ല. അപ്പം ഈ ഫസ്റ്റ് നമ്മൾ ആക്കി വെച്ചതിനെ തെറിപ്പിച്ചാൽ നിന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്ന് ഇങ്ങോട്ട് താത്തുക, അല്ലെങ്കിൽ ഇതിനൊന്ന് ഇങ്ങോട്ട് താത്തുക. എങ്ങോട്ടാണ് താത്തോട്ടോ, ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്. ഞാൻ എൻ്റെ ഇതിൽ പറയുന്നത് ഇങ്ങോട്ടാണ് ഏറ്റവും നല്ലത്. ഇങ്ങോട്ടാകുമ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് തെറിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് അത് വേണ്ട. നമുക്കൊന്ന് ഇത് ഇങ്ങോട്ട് താത്തുക. ഇങ്ങനെ കാണുക, ഇതിൽ നിന്ന് ഇങ്ങോട്ട് താത്തി കഴിഞ്ഞിട്ട് ഇതിനെ ഇവിടെ വെക്കണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പൊന്തിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ 2 മതി. ഇനി ഇവിടെയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ വൈറ്റ് വെക്കാം. ഇവിടെ ഒന്ന് കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇവിടെ ഒന്നുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ 3 ഇനി ലാസ്റ്റ് ഫൈനലായിട്ട് ഇവിടെയാണ് കാണിക്കുന്നത്. ഇവിടെ വൈറ്റിൻ്റെ അടുത്ത് തന്നെയാണ് അതുള്ളത്. അതിലൊന്നും വേണ്ട, 2 വട്ടം അതിൻ്റെ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് യെല്ലോ ഉള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 2 വട്ടം ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ 2 വട്ടം. ഇവിടെ ഇങ്ങനെയുള്ളത് 1 2 4 വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും 4 ഇത് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത് നിന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു കേട്ടോ. ഈ വൈറ്റിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള കളർ ഏതാണ് കാണാൻ പറ്റും, ഗ്രീനാണ്. ഈ വൈറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ളത് ഗ്രീന്.
അപ്പം ആ ഗ്രീനും ഈ സെൻറ്റർ ഗ്രീനുമായിട്ട് കണക്ട് ചെയ്യാം. ഇത് സെൻറ്റർ ഗ്രീൻ അല്ല കേട്ടോ, ഇത് ബ്ലൂ ആണ്. അപ്പോൾ ആ സെൻറ്റർ ഗ്രീനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കണം. അതിനായത് നമുക്ക് ഗ്രീനിൻ്റെ അടുത്ത് എത്തിച്ചു കൊടുക്കണം. ഇവിടെ റെഡാണുള്ളത്, തേച്ച് ഇവിടെ ഗ്രീൻ ഉണ്ട്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇവിടെയാണല്ലോ എത്തിക്കേണ്ടത്. ഇത് 2 വട്ടം ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. 1 2 2 വട്ടം തിരിച്ചു കൊടുത്താൽ മതി. അതേപോലെ ഇത് ഇതിൻ്റെ നേരെ ഉള്ളത് ബ്ലൂ ആണ്. ബ്ലൂവിനെ ഒന്ന് തിരിച്ചു കൊടുക്കുക. ഇവിടെ ഗ്രീൻ ആണുള്ളത്, മാച്ചല്ല. ഇവിടെ റെഡാണുള്ളത്, അതും മാച്ചല്ല. ഇവിടെ ബ്ലൂ, ഇത് കറക്റ്റ് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് മാച്ചാണ്. ഇതിനൊന്ന് 2 വട്ടം ഒന്ന് തിരിച്ചു കൊടുക്കുക. ഇപ്പം 2 എണ്ണമായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് വൈറ്റ് 2 എണ്ണമായിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഈ ഓറഞ്ച്. ഈ ഓറഞ്ചിൻ്റെ അടുത്ത് എത്തിച്ചു കൊടുക്കാം. അതിൻ്റെ 1 2 3. ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഓറഞ്ച് കണക്റ്റ് ആയി. അതിനെ 2 വട്ടം ഒന്ന് തിരിച്ചു കൊടുക്കാം. 2. അടുത്തത് റെഡിൻ്റെ അടുത്തൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, റെഡ് ആയിട്ടുണ്ട്. എന്നിട്ട് 2 വട്ടം ഒന്ന് തിരിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുക മേൽ യെല്ലോ, സെൻറ്ററിലുള്ള ഈ യെല്ലോയുടെ 4 വശത്തും ഒരു വൈറ്റ് കളറും ഇല്ല. അത് കുറച്ചതാ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എങ്ങനെയെങ്കിലും വെച്ചാൽ ഇങ്ങനെയെങ്കിലും വെച്ചാൽ പോരെ, ഇങ്ങനെയെല്ലാം വെച്ചാൽ പോലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അത് പാടില്ല കേട്ടോ, ചെയ്തതാ. നോക്കാം, ഇതിൻ്റെതാ നോക്ക്. ഈ വൈറ്റിന് തൊട്ട് സെൻറ്റർ തൊട്ട് ഓപ്പോസിറ്റുള്ള ഓറഞ്ച് ആയിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഗ്രീൻ ആയിട്ടുണ്ട്. റെഡ് ആയിട്ടുണ്ട്. ബ്ലൂ ആയിട്ടുണ്ട്. അങ്ങനെ കിട്ടണം, എന്നാലേ കറക്റ്റ് ഇത് ഫുൾ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇനി അടുത്ത് നമുക്ക് ഇതേപോലത്തെ കോർണർ ഷേപ്പ് ശരിയാക്കണം. ഇവിടെ കാണും കോർണർ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഈ കോർണറാ, ഇതിപ്പോൾ കോർണർ ഫുള്ളായി, സൈഡൊക്കെ ഫുള്ളായി നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ സൈഡൊന്നും ഫുള്ളായിട്ടില്ല, ആകെ ഫുള്ളായതായി ഇത് മാത്രം. പക്ഷെ ഫുള്ളായിട്ടില്ല കേട്ടോ. ഇവിടെ വേണ്ടത് ഗ്രീനാണ്, പക്ഷെ അതിൻ്റെ പേരുള്ള ഓറഞ്ച്. ഇവിടെ വേണ്ടത് ഓറഞ്ചാണ്, പക്ഷെ അതിൻ്റെ പേരുള്ള ബ്ലൂ. ഇവിടെ വേണ്ടത് ഗ്രീനാണ്, പക്ഷെ അതിൻ്റെ പേരുള്ള ഗ്രീന്. അങ്ങനെ ഓരോന്നുണ്ട്. അപ്പം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിനൊന്ന് ഈ കളറിനാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് എവിടെ വെക്കേണ്ടത് വെച്ചാൽ ഇവിടെ ഇതിനെടുത്ത് വെക്കണം, ഇവിടെ വെക്കണം. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് ഈ ഭാഗം ഇതാണ് മാറ്റേണ്ടത്, ഈ സൈഡിലുള്ളതാണ് മാറ്റേണ്ടത്. അപ്പോൾ ആ ഭാഗത്തിനൊന്ന് പൊന്തിച്ചു കൊടുക്കുക. പൊന്തിച്ചതിന് ശേഷം അതിനങ്ങ് തെറിപ്പിച്ച് കളയാം. അതിനാവശ്യമില്ല, എന്നിട്ട് ഇതൊന്ന് താത്തിയാൽ മാത്രം മതി. അതിനെ തെറിപ്പിച്ച് കളഞ്ഞു. ഇനി അടുത്തത് വേറെ എന്തെങ്കിലും അങ്ങനത്തെ ഉണ്ടോ നോക്കുക. ഇവിടെയും അങ്ങനത്തെ അല്ലതാ വേണ്ടത്. ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുക ഓറഞ്ച്, ബ്ലൂ, വൈറ്റ്. അപ്പോൾ ഇവിടെ ഇതല്ല വേണ്ടത്. അപ്പോൾ ഇതിനങ്ങ് തെറിപ്പിച്ച് കളയാം ഗൈസ്. അതിനങ്ങ് തെറിപ്പിച്ച് കളഞ്ഞു. പിന്നെ വേണ്ടത് നമ്മൾക്ക് ഇവിടെ 2 വൈറ്റ് കളർ കിട്ടിയിട്ടുണ്ട്. ഈ സെൻറ്റർ നമ്മൾ ഈ വൈറ്റിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വൈറ്റ് നേരെ അടിയിലായിട്ട് പിടിക്കുക. ഇങ്ങനെ പിടിക്കുക. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. ഇങ്ങനെയാണ് ശരിക്കും പിടിക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് ക്യാമറയ്ക്ക് ഒത്തിരി പിടിക്കേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ മുകളിൽ കാണുന്ന വൈറ്റ് എടുക്കുക. ഇതിലൊരു വൈറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ആ വൈറ്റിന് നമുക്ക് ഇങ്ങനെ, ഈ വൈറ്റിന് തൊട്ട് ഓപ്പോസിറ്റ് ഉള്ളത് ഓറഞ്ചാണ് കേട്ടോ. നിങ്ങൾ കാണും ഓറഞ്ചാണ്, വൈറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഓറഞ്ചാണ്. അതിനെ സെൻറ്റർ ഓറഞ്ചായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ സെൻറ്റർ ഓറഞ്ചായിട്ട് കണക്റ്റാണ്, ഇങ്ങനെ കണക്റ്റാണ്. അപ്പം അങ്ങനെ കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇതാണല്ലോ പ്രധാനമായിട്ട് ഈ വൈറ്റാണല്ലോ നമ്മൾ ഇവിടെ വെച്ചത്, അല്ലാണ്ട് ഈ വൈറ്റ് അല്ല കേട്ടോ. അപ്പം ഇതിനെ നമുക്ക് പൊന്തിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ ഇതിന് നമ്മൾക്ക് ഇവിടെ എത്തിക്കണമെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് തിരിച്ചു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതൊന്നിങ്ങനെ താത്തി കൊടുക്കുക. ഓക്കെ, ഇത് സെറ്റായിട്ടുണ്ട്. താത്തി കൊടുക്കുക. അപ്പോൾ അടുത്തത് നമുക്ക് ഈ ഇവിടെ ഒരു വൈറ്റ് കാണിക്കുന്നുണ്ട്, ഈ സെൻറ്ററിൽ ഇവിടെ ഒരു വൈറ്റ് കാണിക്കുന്നുണ്ട്. ആ വൈറ്റ് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് ഓറഞ്ചിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കുക. ഓറഞ്ചായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ചായി കണക്ട് ചെയ്താൽ ഈ ഭാഗത്താണ് വൈറ്റ് ഉള്ളത്. അപ്പോൾ ഈ ഭാഗം നമുക്കൊന്ന് പൊന്തിച്ചു കൊടുക്കുക. ഈ ഭാഗം ഒന്ന് പൊന്തിച്ചു കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് ഇവിടെ എത്തിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതങ്ങ് താത്തി കൊടുക്കുക. അപ്പം ഗൈസ് ഇങ്ങനത്തേക്ക് ഒരു ഫുള്ളായിട്ടുണ്ട്. പക്ഷെ ഇതിന് 2 ചെയ്യുമ്പോൾ തന്നെ ഫുള്ളായി. ചിലതൊക്കെ ആക്കുമ്പോൾ 2 ഫുള്ളാവും. പിന്നെ ഇത് ഈ സെൻറ്റർ ഒന്നും കൂടി പോയിപ്പിച്ച് വെച്ച് നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചിട്ടുണ്ട്. പ്ലസ് രൂപത്തിൽ തന്നെ ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ വൈറ്റിന് തൊട്ടിപ്പുറം ഓറഞ്ചാണ്. ആ ഓറഞ്ച് നമ്മൾ ഓറഞ്ചിൻ്റെ സ്ഥലത്ത് വെച്ചിട്ട്
ആ ഭാഗം ഒന്ന് പൊന്നിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക, എന്നിട്ട് താത്തി കൊടുക്കുക. ഇത് രണ്ടും ഇങ്ങനെ കണക്റ്റായി. പിന്നെ കാണിക്കുന്നതാ വൈറ്റും ബ്ലൂ ആയിട്ട് കാണിക്കുന്ന വൈറ്റ് ഇവിടെ ബ്ലൂ. അപ്പോൾ ഇതിനെ ബ്ലൂവിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കുക. ഇവിടെ ഗ്രീനാണ്, ഇവിടെ ഓറഞ്ചാണ്, ഇവിടെ ബ്ലൂ. അയ്യോ ബ്ലൂ ആണ്. അപ്പോൾ ആ ഭാഗം നമുക്കൊന്ന് പൊന്തിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക, ഇത് താത്തി കൊടുക്കുക. അപ്പോൾ ഇത് രണ്ട് ഫുള്ളായി കറക്റ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വേറെ കളറാണ് കേട്ടോ, വേറെ കളറല്ല. ഇത് ശരിക്കും വേണ്ടത് ഇവിടെയല്ല. നെക്സ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് വൈറ്റ് കാണിക്കാം. വൈറ്റിൻ്റെ തൊട്ടിപ്പുറം റെഡാണ്. ആ റെഡിൻ്റെ അടുത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. അയ്യോ റെഡായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ചാപം ഒന്ന് പൊന്തിച്ച് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക, താത്തി കൊടുക്കുക. അടുത്തത് വേറെ ഒന്നും കൂടിയുണ്ട് വൈറ്റ് കാണിക്കുന്നത്. ആ വൈറ്റിൻ്റെ തൊട്ടുള്ളിൽ ബ്ലൂ ആണ്. ആ ബ്ലൂവിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കുക. ആ ഭാഗം ഒന്ന് പൊന്തിച്ച് കൊടുക്കുക, ജസ്റ്റ് ഇതൊന്ന് തിരിച്ചു കൊടുക്കുക, താത്തി കൊടുക്കുക. അപ്പം നിങ്ങൾ കാണാൻ പറ്റതാ ഈ ഫസ്റ്റ് ലെയർ ഫുള്ളുമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ലെയർ ഫുള്ളുമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വൃത്തിക്ക് ഒരു വട്ടം കണ്ടോക്കാം, പിന്നെ 2 വട്ടം അങ്ങനെ കണ്ടോക്കിയാൽ മതി. നിങ്ങൾക്ക് വൃത്തിക്കണം. ഒരു വട്ടം കണ്ടോക്കിയാൽ തന്നെ മനസ്സിലാവില്ല. ഇത് പ്രധാനമായിട്ട് സ്കിപ്പ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. ചെറുങ്ങനെ സ്കിപ്പ് ചെയ്താൽ തന്നെ ഇത് മാറിപ്പോയി തിരിയൂല. അപ്പോൾ അതുകൊണ്ട് പറയാം സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ നോക്കിയെടുക്കാം. നിങ്ങൾക്ക് കാണുന്നത് ഫസ്റ്റ് ലെയർ ഫുള്ളുമായിട്ട് സെറ്റായിട്ട് വന്നില്ല. ഈ ഫസ്റ്റ് ലെയർ ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് സെറ്റ് പോലെ വന്നിട്ടുണ്ട്. കാണുക ഓറഞ്ച് ഫുള്ള്, ഗ്രീൻ ഫുള്ള് എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മളിതാ ഫസ്റ്റത്തെ ലെയറൊക്കെ സെറ്റായി പൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ലെയറും ആക്കണം, തേർഡ് ലെയറും ഫുള്ളാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോ നിങ്ങൾ അതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണം. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ ഇത് തന്നെയായിരിക്കും, ഉറപ്പില്ല. ഇത് തന്നെയായിരിക്കും സെക്കൻഡ് പാർട്ട് എന്നിട്ട് ഇടും കേട്ടോ. ഇതിൻ്റെ തന്നെ വീഡിയോ ആയിരിക്കും. ഇതിൻ്റെ ഈ സെക്കൻഡ് പാർട്ട് ഈ മിഡിലാണ് കാണിച്ചത്, മിഡിലാണ് ഫുള്ളാക്കുന്നത്. ഇത് ഇവിടെ ഓറഞ്ച്, ഇവിടെ ഗ്രീൻ, ഇവിടെ റെഡ്, അങ്ങനെ സെക്കൻഡ് പാർട്ട് ഫുള്ളാക്കുന്നത്. പിന്നെ തേർഡ് പാർട്ട് വെച്ചാൽ ഇത് ഫുള്ളും സോൾവ് ചെയ്യുന്നത്, റോബസ് ക്യൂബ് ഫുള്ളും സോൾവ് ചെയ്യുന്നത്. അതായിരിക്കും എൻ്റെ അടുത്ത വീഡിയോ. അപ്പം ഇതൊന്ന് ഞാൻ ഇപ്പം ഒന്ന് സോൾവ് ചെയ്ത് വെച്ചാൽ കേട്ടോ, അത് വേഗം സോൾവ് ചെയ്ത് തരാം. അപ്പൊ നമ്മളുടെ റോബസ് ക്യൂബ് ഫുൾ സോൾവ് ആയിരുന്നു. അപ്പൊ ഈ സോൾവ് ആയിരുന്ന വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തിരിച്ച് മറക്കരുത്. അപ്പം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് വെക്കുന്നത്, നിങ്ങൾ ക്ഷമിച്ചേക്കുക. അപ്പം ഇതിൽ നല്ല വീഡിയോ ഞാൻ വീണ്ടും വരും. അതുവരേക്കും ക്യാമറ ചറഫ്നാസിന്റെ ഒപ്പം മീ അജിന സൈനിങ് ഔട്ട്.